വ്യാഴാഴ്ച പുറത്തുവന്ന എക്കണോമിക് ഡാറ്റ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിന്റെ സാധ്യതകൾ കുറയ്ക്കുന്നതിനാൽ കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റിൽ ഹെവി സെൽ ഓഫ് കാണാൻ സാധിച്ചു. ഡോ ജോൺസ് 1.5%, S&P 0.74%, നാസ്ഡാക്ക് 0.39% ഇടിഞ്ഞു. എൻവിഡിയയുടെ മികച്ച ക്വാർട്ടർലി റിസൾട്ടും സെക്കൻഡ് ക്വാർട്ടറിലേക്കുള്ള ഗ്രോത്ത് ഫോർകാസ്റ്റ് മാർക്കറ്റ് എസ്റ്റിമേഷനേക്കാൾ ഉയർന്നിട്ടും വ്യാഴാഴ്ച പുറത്തുവന്ന എക്കോണമിക് ഡാറ്റകൾക്ക് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ എന്ന നിലയിലാണ് കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റ് ഇടിഞ്ഞത്. എൻവിഡിയ മികച്ച ക്വാർട്ടർലി റിസൾട്ടിന്റെ പശ്ചാത്തലത്തിൽ 9.3% ഉയർന്നത് നാസ്ഡാക്കിന്റെ ഇടിവ് 0.39% എന്ന ലെവലിലേക്ക് കുറയ്ക്കുന്നതിന് പിന്നിലെ ഒരു പ്രധാന കാരണമായി. അമേരിക്കയുടെ സെക്കൻഡ് ക്വാർട്ടറിലെ റവന്യൂ ഫോർകാസ്റ്റ് $26.61 ബില്യൺ പ്രതീക്ഷിച്ചെടുത്ത് $28 ബില്യൺ ഉയർന്നത് എക്കോണമിയെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ് ആണെങ്കിലും PMI ഡാറ്റ, അതായത് മാനുഫാക്ചറിംഗ് സർവീസ് PMI ഡാറ്റയും ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിംസും മാർക്കറ്റ് പ്രതീക്ഷിച്ചതിനേക്കാൾ ഉയർന്നത് സെപ്റ്റംബർ മാസത്തിൽ വരാനിരിക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിന്റെ സാധ്യതകൾ കുറച്ചു. 2,20,000 ജോബ്ലെസ് ക്ലെയിം പ്രതീക്ഷിച്ചെടുത്ത് 2,15,000 ജോബ്ലെസ് ക്ലെയിംസ് ആണ് വന്നിരിക്കുന്നത്. ഇതുമൂലം സെപ്റ്റംബർ മാസത്തിൽ വരാനിരുന്ന ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിന്റെ സാധ്യത 51% ചുരുങ്ങി. 60% താഴെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിന്റെ സാധ്യത മങ്ങുകയാണെങ്കിൽ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് പരിഗണിക്കാൻ സാധ്യതയില്ല എന്നാണ് പല അനലിസ്റ്റുകളും പറയുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റിൽ ഹെവി സെൽ ഓഫ് കാണാൻ സാധിച്ചത്. ഇന്ത്യൻ ഇൻഡെക്സുകൾ വ്യാഴാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു. ഇന്ത്യൻ ഇൻഡെക്സായ നിഫ്റ്റി 369 പോയിന്റ് അല്ലെങ്കിൽ 1.64% ഉയർന്ന് 22,967 ക്ലോസിംഗ് നൽകുകയും സെൻസെക്സ് 1.61% ഉയർന്ന് 75,418 ക്ലോസിംഗ് നൽകുകയും ചെയ്തു. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന്റെ ഹെവി ബൈയിങ് തന്നെയാണ് ഇൻഡെക്സിനെ ഓൾ ടൈം ഹൈയിലേക്ക് ഉയർത്തിയത്. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് വ്യാഴാഴ്ച 4,670 കോടിയുടെ ബൈയിങ് നടത്തി. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 146 കോടിയുടെ ബൈയിങ് നടത്തി. ഈ കമ്പൈൻഡ് ബൈയിങ്ങിന്റെ പശ്ചാത്തലത്തിലാണ് ഇൻഡെക്സ് ഓൾ ടൈം ഹൈയിലേക്ക് എത്തിയത്. ഇന്ന് NTPC, ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ്, ബോഷ്, ടോറന്റ് ഫാർമസ്യൂട്ടിക്കൽ, യുണൈറ്റഡ് സ്പിരിറ്റ്, അശോക് ലെയ്ലാൻഡ്, ഗ്ലെൻമാർക്ക് ഫാർമസ്യൂട്ടിക്കൽ, മണപ്പുറം ഫിനാൻസ്, അഫിൾ ഇന്ത്യ, PNC ഇൻഫ്രാടെക്, ജംന ഓട്ടോ ഇൻഡസ്ട്രീസ്, നസാര ടെക്, ആദിത്യ വിഷൻ, കോൾട്ടെപാട്ടിൽ ഡെവലപ്പേഴ്സ്, PSP പ്രോജക്ട്, ലൂമാക്സ് ഇൻഡസ്ട്രീസ് തുടങ്ങിയ കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവരും. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം മാർക്കറ്റ് അവറിന് ശേഷം ക്വാർട്ടർലി റിസൾട്ട് വന്ന ചില സ്റ്റോക്കുകളുടെ ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷനും ഇന്ന് പ്രതീക്ഷിക്കാം. മികച്ച ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ടെങ്കിലും മാർക്കറ്റ് എസ്റ്റിമേഷനെ ഇൻ ടേംസ് ഓഫ് പ്രോഫിറ്റിൽ മിസ് ചെയ്ത ഒരു ക്വാർട്ടർലി റിസൾട്ടാണ് ഇൻഡിഗോ ഏവിയേഷൻ പുറത്തുവിട്ടിരിക്കുന്നത്. ഇൻഡിഗോയുടെ പ്രോഫിറ്റ് 919 കോടിയിൽ നിന്നും 1,895 കോടിയിലേക്ക് ഉയർന്നു. പ്രോഫിറ്റിൽ 106% വർധനവ്. റവന്യൂ 26% വർദ്ധിച്ച് 14,161 കോടിയിൽ നിന്നും 17,825 കോടിയിലേക്ക് എത്തി. 16,860 കോടിയുടെ റവന്യൂ മാർക്കറ്റ് പ്രതീക്ഷിച്ചു. എബിറ്റ 66% വർദ്ധിച്ച് 2,499 കോടിയിൽ നിന്നും 4,159 കോടിയിലേക്ക് എത്തുകയും എബിറ്റ മാർജിൻ 17.6%-ൽ നിന്നും 23.3%-ലേക്ക് ഉയരുകയും ചെയ്തു. ഇൻഡിഗോ പോലെ തന്നെ വളരെ മികച്ച ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ട മറ്റൊരു സ്റ്റോക്ക് ബികാജി ഫുഡ് ഇന്റർനാഷണലാണ്. ബികാജി ഫുഡ് ഇന്റർനാഷണലിന്റെ പ്രോഫിറ്റ് 197% ഉയർന്ന് 39 കോടിയിൽ നിന്നും 116 കോടിയിലേക്ക് എത്തി. 100 കോടിയുടെ പ്രോഫിറ്റാണ് മാർക്കറ്റ് പ്രതീക്ഷിച്ചത്. റവന്യൂ 32.9% വർദ്ധിച്ച് 462 കോടിയിൽ നിന്നും 614 കോടിയിലേക്ക് എത്തി. എബിറ്റ 160% വർദ്ധിച്ച് 62 കോടിയിൽ നിന്നും 161 കോടിയിലേക്ക് എത്തുകയും എബിറ്റ മാർജിൻ 13.4%-ൽ നിന്നും 26.2%-ലേക്ക് ഉയരുകയും ചെയ്തു. മാമ എർത്തിന്റെ ക്വാർട്ടർലി റിസൾട്ടും മികച്ചതാണ്. കഴിഞ്ഞ വർഷം 162 കോടി രൂപയുടെ ലോസ് റെക്കോർഡ് ചെയ്തെടുത്ത് കമ്പനി 30 കോടിയുടെ പ്രോഫിറ്റിലെത്തി. റവന്യൂ 21.5% വർദ്ധിച്ച് 388 കോടിയിൽ നിന്നും 471 കോടിയിലേക്ക് എത്തുകയും എബിറ്റ 3 കോടി രൂപയുടെ ലോസിൽ നിന്നും 33 കോടിയുടെ പ്രോഫിറ്റിലേക്ക് എത്തുകയും ചെയ്തു. പ്രോഫിറ്റ് മാർജിൻ 7%-നടുത്ത് രേഖപ്പെടുത്തി. JK ലക്ഷ്മി സിമെന്റിന്റെ നെറ്റ് പ്രോഫിറ്റ് 41% വർദ്ധിച്ച് 115 കോടിയിൽ നിന്നും 162 കോടിയിലേക്ക് എത്തി. 143 കോടിയുടെ പ്രോഫിറ്റാണ് മാർക്കറ്റ് പ്രതീക്ഷിച്ചത്. അതേസമയം റവന്യൂ 4.4% ഇടിഞ്ഞ് 1,862 കോടിയിൽ നിന്നും 1,781 കോടിയിലേക്ക് എത്തി. എബിറ്റ് 44% വർദ്ധിച്ച് 233 കോടിയിൽ നിന്നും 337 കോടിയിലേക്ക് എത്തുകയും പ്രോഫിറ്റ് മാർജിൻ 12.5%-ൽ നിന്നും 18.9%-ലേക്ക് എത്തുകയും ചെയ്തു. ഫോർട്ടിസ് ഹെൽത്ത് കെയറിന്റെ പ്രോഫിറ്റ്
47% വർദ്ധിച്ച് 138 കോടിയിൽ നിന്നും 203 കോടിയിലേക്ക് എത്തി. റവന്യൂ 8.7% വർദ്ധിച്ച് 1643 നിന്നും 1786 എത്തി. എബിറ്റ 40% വർദ്ധിച്ച് 271 കോടിയിൽ നിന്നും 381 കോടിയിലേക്ക് എത്തുകയും എബിറ്റ മാർജിൻ 16.5% നിന്നും 21.3% ഇംപ്രൂവ് ആവുകയും ചെയ്തു. മോശം ക്വാർട്ടർലി റിസൾട്ട് കാഴ്ചവെച്ച അഗ്രോ കെമിക്കൽ സെക്ടറിലെ ഒരു സ്റ്റോക്കാണ് ബയർ കോർപ്പ് സയൻസ്. ബയർ കോർപ്പ് സയൻസ് ഉൾപ്പെടെയുള്ള ഒട്ടുമിക്ക കെമിക്കൽ അഗ്രോ കമ്പനികളുടെയും പെർഫോമൻസ് ഇപ്രാവശ്യത്തെ ക്വാർട്ടർലി റിസൾട്ടിൽ മോശമായിരുന്നു. നെറ്റ് പ്രോഫിറ്റ് 39.4% ഇടിഞ്ഞ് 189 കോടിയിൽ നിന്നും 96 കോടിയിലേക്ക് എത്തി. 137 കോടിയുടെ നെറ്റ് പ്രോഫിറ്റാണ് മാർക്കറ്റ് പ്രതീക്ഷിച്ചത്. റവന്യൂ 19.5% ഇടിഞ്ഞ് 983 കോടിയിൽ നിന്നും 792 കോടിയിലേക്ക് എത്തി. എബിറ്റ 53% ഇടിഞ്ഞ് 206 കോടിയിൽ നിന്നും 97 കോടിയിലേക്ക് എത്തുകയും എബിറ്റ മാർജിൻ 21% നിന്നും 12.2% ചുരുങ്ങുകയും ചെയ്തു. ബാർബിക്യൂ നേഷൻ ഹോസ്പിറ്റാലിറ്റിയുടെ നെറ്റ് ലോസ് 12 കോടിയുടെ പ്രോഫിറ്റിൽ നിന്നും 12 കോടിയിൽ നിന്നും 4 ലക്ഷത്തിലേക്ക് ഇടിഞ്ഞിട്ടുണ്ട്. മാർജിൻ 14.2% നിന്നും 18.4% ഇംപ്രൂവ് ആയി. എബിറ്റ 37.3% നിന്നും 37.3% ഉയർന്ന് 40 കോടിയിൽ നിന്നും 55 കോടിയിലേക്ക് എത്തുകയും റവന്യൂ 6.4% വർദ്ധിച്ച് 280 കോടിയിൽ നിന്നും 298 കോടിയിലേക്ക് മെച്ചപ്പെടുകയും ചെയ്തു. ഇനി ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിൽ വന്ന് മറ്റ് ചില അപ്ഡേറ്റുകളിലേക്ക് കടക്കാം. ഒന്നാമത്തെ സ്റ്റോക്ക് UPL എന്ന കമ്പനി ആരതി ഇൻഡസ്ട്രീസുമായി ചേർന്ന് സ്പെഷ്യാലിറ്റി കെമിക്കൽ മാനുഫാക്ചർ ചെയ്യുന്നതിന് വേണ്ടി ഒരു ജോയിന്റ് വെഞ്ചർ കമ്പനി 50:50 എന്ന അല്ലെങ്കിൽ 50% പാർട്ണർഷിപ്പിൽ ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ പുതിയ ജോയിന്റ് വെഞ്ചർ കമ്പനിയുടെ പ്രവർത്തനം 2026-27 ഫിനാൻഷ്യൽ ഇയറിലെ ക്വാർട്ടർ 1 കൂടിയായിരിക്കും ആരംഭിക്കുക. ഏകദേശം 400 മുതൽ 500 കോടിയുടെ ആനുവൽ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ ശേഷിയുള്ള ഒരു ജോയിന്റ് വെഞ്ചർ കമ്പനിയായിരിക്കും UPL ആരംഭിക്കുക. രണ്ടാമത്തെ അപ്ഡേറ്റ് വോഡാഫോൺ ഐഡിയയുമായി ബന്ധപ്പെട്ടതാണ്. 5G നെറ്റ്വർക്ക് എക്സ്പാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയും 5G നെറ്റ്വർക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടിയും മറ്റൊരു പ്രമുഖ ടെലികോം കമ്പനിയായ എറിക്സണുമായി വോഡാഫോൺ ഐഡിയ എന്ന കമ്പനി ഡിസ്കഷനിൽ ഏർപ്പെടുന്നുണ്ട്. മെർജറുമായി ബന്ധപ്പെട്ട തീരുമാനമെടുക്കുന്നതിന് സൺ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസ് എന്ന കമ്പനിക്ക് ടാരോ ഷെയർ ഹോൾഡേഴ്സിന്റെ സൈഡിൽ നിന്നും അപ്രൂവൽ ലഭിച്ചിട്ടുണ്ട്. ബ്രിഗേഡ് എന്റർപ്രൈസസ് എന്ന ഇൻഫ്രാസ്ട്രക്ചർ സെക്ടറിലെ ഒരു സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാം. 720 കോടി രൂപയുടെ റെസിഡൻഷ്യൽ പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു എഗ്രിമെന്റിൽ ബ്രിഗേഡ് എന്റർപ്രൈസസും GDV എന്ന കമ്പനിയും ചേർന്ന് ഒപ്പുവച്ചിട്ടുണ്ട്. കൂടാതെ ഇന്ന് ശ്രദ്ധിക്കേണ്ട മറ്റൊരു സ്റ്റോക്ക് ട്രാൻസ്ഫോർമർ ആൻഡ് റെക്ടിഫയേഴ്സ് എന്ന സ്റ്റോക്കാണ്. ഈ കമ്പനിക്ക് AL എൻവാറിൽ നിന്നും 161 കോടിയുടെ ഓർഡറും അദാനി ഗ്രൂപ്പിൽ നിന്നും 179 കോടി രൂപയുടെ ഓർഡറും L&Tയിൽ നിന്നും 19 കോടി രൂപയുടെ ഓർഡറും ലഭിച്ചിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.